19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയുടെ ഓരോ ദിവസത്തെയും സംഭാഷണങ്ങൾ ഒരു വാക്കുപോലും മാറ്റാതെ അതേപടി രേഖപ്പെടുത്തിയ ഒരു പുസ്തകത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയൊരു അസാധാരണ ഗ്രന്ഥത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. ഇത് സാധാരണ നമ്മൾ വായിക്കുന്ന പോലെ ഒരു ജീവചരിത്രമല്ല. ഒന്ന് സങ്കൽപ്പിക്കൂ, ക്യാമറയോ റെക്കോർഡറോ ഒന്നുമില്ലാത്തൊരു കാലം. അന്ന് ഒരാൾ പറയുന്ന കാര്യങ്ങൾ, തമാശകൾ, ഉപദേശങ്ങൾ, എന്തിന് അദ്ദേഹത്തിന്റെ മൗനം പോലും ഒരു ശിഷ്യൻ തന്റെ ഡയറിയിൽ ഒപ്പിയെടുക്കുന്നു. അതാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതമെന്ന ഈ പുസ്തകത്തെ ലോകചരിത്രത്തിൽ തന്നെ സവിശേഷമായ ഒന്നാക്കി മാറ്റുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്നറിയാമോ? പ്രശസ്ത എഴുത്തുകാരമായ ആൽഡസ് ഹക്സ്ലി പറഞ്ഞ ഈ ഒരൊറ്റ വാചകം മതി അത് മനസ്സിലാക്കാൻ. ഒരു നിഴലുപോലെ ഗുരുവിനെ പിന്തുടർന്ന് കിട്ടിയതെല്ലാം രേഖപ്പെടുത്തിയ ഒരു ശിഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഹക്സ്ലി പറയുന്നത്. അപ്പോ നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു ചോദ്യം വരുമല്ലേ, ആരായിരുന്നു ഇത്രയും കൃത്യതയോടെയും ഭംഗിയോടെയും ഇതെല്ലാം എഴുതിവെച്ച ആ വ്യക്തി? അദ്ദേഹത്തിന്റെ പേര് മഹേന്ദ്രനാഥ് ഗുപ്ത. പക്ഷേ അദ്ദേഹം സ്വയം വിളിച്ചത് എം എന്നു മാത്രമാണ്. അത്രയ്ക്ക് വിനയമായിരുന്നു ഗുരുവിനോട്. അസാമാന്യമായൊരു ഓർമ്മശക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സൂപ്പർ പവർ എന്ന് തന്നെ പറയാം. ഗുരു സംസാരിക്കുന്നത് കേട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് അദ്ദേഹം അതെല്ലാം അതേപടി തന്റെ ഡയറിയിലേക്ക് പകർത്തിയിരുന്നത്. അങ്ങനെയാണ് ആത്മീയ സാഹിത്യത്തിലെ ഈ മഹാത്ഭുതം പിറവിയെടുത്തത്. എന്നാൽ നമുക്ക് ആ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒന്ന് പിന്നോട്ട് സഞ്ചരിക്കാം, ശ്രീരാമകൃഷ്ണൻ എന്ന വ്യക്തിത്വം രൂപപ്പെട്ട ആ കാലഘട്ടത്തിലേക്ക്. എന്തായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഒരു അവസ്ഥ? അതൊരു വല്ലാത്തൊരു കാലമായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് തന്നെ രണ്ടായി പകുത്തുപോയൊരു കാലം. ഒരു ഭാഗത്ത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ പാരമ്പര്യം, ഈശ്വര സാക്ഷാത്കാരം, ത്യാഗം, ആത്മനിയന്ത്രണം പോലുള്ള ആശയങ്ങൾ. എന്നാൽ മറുഭാഗത്തോ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയ പാശ്ചാത്യ ചിന്തകൾ, പണമുണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം, ഭൗതിക സുഖങ്ങളോടുള്ള ആർത്തി, എന്തിനേറെ പറയുന്നു, ദൈവമില്ലെന്നുള്ള വാദം വരെ ശക്തമായി. ഈയൊരു സാഹചര്യത്തിലാണ് ഗദാധരൻ എന്നൊരു ചെറുപ്പക്കാരൻ, പിന്നീട് ശ്രീരാമകൃഷ്ണനായി മാറിയ അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. വെറുതെ വയറ് നിറയ്ക്കാനുള്ള വിദ്യാഭ്യാസം എനിക്ക് വേണ്ട, എന്റെ ഹൃദയത്തിന് വെളിച്ചം തരുന്ന അറിവാണെനിക്ക് വേണ്ടതെന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ഈയൊരു തീരുമാനം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിതിരിവ്. അത് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ദക്ഷിണേശ്വരത്തെ കാളി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഒരു സാധാരണ പൂജാരിയായി തുടങ്ങിയ ആ യാത്ര ആരും ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് പിന്നെ മുന്നോട്ടു പോയത്. അവിടെ പൂജാരിയായി ചേരുമ്പോൾ അതൊരു ജോലിയായിരുന്നില്ല അദ്ദേഹത്തിന്, മറിച്ച് തന്റെ ഉള്ളിലെ ആ തീ അണയ്ക്കാനുള്ള, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരിടമായിരുന്നു. ആ ചെറിയ ക്ഷേത്രം അദ്ദേഹത്തിന്റെ തീവ്രമായ അന്വേഷണങ്ങളുടെ കളരിയായി മാറി. അധികം വൈകാതെ അദ്ദേഹത്തിന്റെ ഭക്തിക്ക് ഒരുതരം ഭ്രാന്തിന്റെ രൂപം വന്നു തുടങ്ങി. ജഗദംബയായ കാളിയെ, തന്റെ അമ്മയെ ഒരു നോക്ക് കാണാനായി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം അലറിക്കരഞ്ഞു. ഇതൊക്കെ കാണുന്ന മറ്റുള്ളവർക്ക് എന്തു തോന്നിക്കാണും? അവർ വിചാരിച്ചത് ഒന്നുകിൽ ഇയാൾക്ക് വട്ടാണ്, അല്ലെങ്കിൽ വീട്ടുകാരെ പിരിഞ്ഞതിന്റെ സങ്കടം കൊണ്ടാണെന്നൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ലോകം ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് ചുരുങ്ങി കാളിവിഗ്രഹം മാത്രമായി. അമ്മയെ കാണാൻ കഴിയാത്ത വേദനയിൽ അദ്ദേഹം നിലത്ത് മുഖമിട്ടുരസി കരഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ പലർക്കും ഭ്രാന്തായി തോന്നി. കാരണം അത് സാധാരണ ഭക്തിയായിരുന്നില്ല, അതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അദ്ദേഹത്തിന്റെ കണ്ണില് ആ കല്ലിന്റെ പ്രതിമ വെറുമൊരു പ്രതിമയല്ലാതായി മാറി. അത് ജീവനുള്ള, ശ്വാസമെടുക്കുന്ന, സ്നേഹിക്കുന്ന തന്റെ സ്വന്തം അമ്മയായിരുന്നു. അദ്ദേഹം അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു, സംസാരിച്ചു, ചിലപ്പോൾ വഴക്ക് പറഞ്ഞു. പൂജയുടെ ചിട്ടവട്ടങ്ങളെല്ലാം അവിടെ അവസാനിച്ചു. അങ്ങനെ ഈ തീവ്രമായ സാധനം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയായിരുന്നു. ഒരു വശത്ത് അമ്മയെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം, മറുവശത്ത് അത് നടക്കാത്തതിലുള്ള കടുത്ത നിരാശ. ആ ഒരു സംഘർഷം വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത്. അപ്പോ ആർക്കും തോന്നിപ്പോവും അല്ലേ, അദ്ദേഹത്തിന് ശരിക്കും ഭ്രാന്തായിരുന്നോ? ഒരുപക്ഷെ അദ്ദേഹം പോലും ആ ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടാവാം, ഞാനീ പോകുന്ന വഴി ശരിയാണോ എന്ന്. ഒടുവിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇനി അമ്മയെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ ജീവിതം വേണ്ട. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, അവളുമായുള്ള വേർപാട് എനിക്കിനി സഹിക്കാൻ കഴിഞ്ഞില്ല, ജീവിതം ജീവിക്കാൻ യോഗ്യമല്ലെന്ന് തോന്നി. ആ ഒരു നിമിഷത്തിലാണത് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ കണ്ണ് ക്ഷേത്രത്തിൽ തൂക്കിയിട്ടിരുന്ന വാളിൽ ഉടക്കി. ദേവിക്ക് ബലി നൽകാൻ ഉപയോഗിക്കുന്ന വാള്. അമ്മയെ കിട്ടിയില്ലെങ്കിൽ ഈ ജീവിതം ഇവിടെ തീരട്ടെയെന്ന് കരുതി അദ്ദേഹം ആ വാളിനടുത്തേക്ക് ഓടി. പക്ഷേ ആ വാളിൽ തൊടും മുൻപ് ലോകം തന്നെ നിശ്ചലമായി. ക്ഷേത്രമില്ല, വിഗ്രഹമില്ല, ചുറ്റുമുള്ളതൊന്നും കാണാനില്ല. പകരം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കേൾക്കൂ. അതിരുകളില്ലാത്ത അനന്തമായ പ്രകാശപൂർണമായ ഒരു ബോധത്തിന്റെ മഹാസമുദ്രം.
തിരമാലകൾ പോലെ ആ വെളിച്ചം അദ്ദേഹത്തിന്റെ നേർക്ക് അലയടിച്ചു വന്നു. ആ കാഴ്ചയുടെ ശക്തിയിൽ അദ്ദേഹം ബോധം കെട്ടി നിലത്തു വീണു. പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായി ഇല്ലാതായി. ഉള്ളിൽ വാക്കുകൾക്ക് അതീതമായ ശുദ്ധമായ ആനന്ദം മാത്രം ഒഴുകി നടന്നു. അതായിരുന്നു ആ യാത്രയുടെ തുടക്കം. ഈയൊരു അനുഭവമാണ് ശ്രീരാമകൃഷ്ണനെ ശ്രീരാമകൃഷ്ണനാക്കിയത്. ഇതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഓരോ വാക്കും, ഓരോ ചിരിയും, ഓരോ ഉപദേശവും വന്നത് ഈയൊരു മഹാസമുദ്രത്തിൽ നിന്നായിരുന്നു. ആ വാക്കുകളാണ് എന്ന ശിഷ്യൻ നമുക്കായി കാത്തുവച്ചത്. അതുകൊണ്ട് നമ്മൾ ആദ്യം സംസാരിച്ച ആ പുസ്തകമുണ്ടല്ലോ, ശ്രീരാമകൃഷ്ണ വചനാമൃതം, അത് വെറുമൊരു പുസ്തകമല്ല. അത് സാധാരണ മനുഷ്യബോധത്തിനപ്പുറം മറ്റൊരു ലോകത്ത് ജീവിച്ച ഒരാളുടെ സംസാരത്തിന്റെ ഒരു റെക്കോർഡിംഗാണ്. ആ ലോകത്തേക്കുള്ളൊരു താക്കോൽ. അപ്പോ അവസാനം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനൊരു ചോദ്യമുണ്ട്. വാക്കുകൾക്ക് പരിധികളില്ലേ? സ്നേഹം, സങ്കടം പോലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പൂർണ്ണമായി വാക്കുകളിലാക്കാൻ പറ്റാറില്ല. പിന്നെ എങ്ങനെയാണ് ബോധത്തിന്റെ ആ അനന്തമായ സമുദ്രത്തെക്കുറിച്ച് വിവരിക്കാൻ കഴിയുക? ഒരുപക്ഷെ ആ അസാധ്യമായ കാര്യത്തിനുള്ള ഒരു ശ്രമമായിരിക്കാം ഈ ഗ്രന്ഥം.